അങ്ങനെ അവൾ എത്തേണ്ടടുത്ത് എത്തി. മരം കയറി. എന്തോന്ന്? എവിടെ? നിന്റെ ബാക്കിയുള്ളവർ മരത്തിലുണ്ടോ? ഫുൾ ഫാമിലി ഓൺ ദ ട്രീ. ഇറങ്ങി വാ. ഞാനേ ചാടട്ടെ? വേണ്ട നിളെ, മര്യാദക്ക് ഇറങ്ങിയാ മതി. അയ്യേ, അതിലെന്തോ ഒരു ത്രില്ലുള്ളത്. ഞാനിപ്പോ ചാടും. നിള നിക്ക്. സത്യമായിട്ടും ചാടും. നിള ചാടല്ലേ? വേണ്ട, കാലും കൈ ഒടിയും. നിള വേണ്ട. ഇത് പിടിക്ക. ചാടല്ലേ? വേണ്ട. കണ്ണാടി കടമിടി മുന്നിൽ ഒന്നണിഞ്ഞ തിരിനീയോ മായല്ലേ മായല്ലേ കളിവാക്കിൻ മുനയുടെ നാവിൽ മുള്ളു തന്നെ എന്നാലും തേനായി നീ പറയില്ലേ എന്റെ കാതിൽ പതിയെ നീ ഞാനല്ലേ ഞാനല്ലേ നിന്മാരൻ നറുനീല നിഖിലെ, നീ ഇപ്പൊ എവിടെയാ? ഞാൻ നിലയുടെ വീട്ടില. അപ്പൊ ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായില്ലേ? ഹലോ. യാത്രക്കിടയില് വിശേഷമൊന്നും ഉണ്ടായില്ലല്ലോ? പ്രത്യേകിച്ച് എന്ത് വിശേഷം? ഒന്നുമില്ല. സുഖമായി തന്നെ അങ്ങ് എത്തിയല്ലേ? അതെ. നിളയും കൊണ്ട് തിരിച്ചു വരുന്നതും ബുള്ളറ്റിലല്ലേ? ആണ്. അത് മതി, അത് മതി. ആക്ച്വലി ഇപ്പൊ എന്നെ വിളിച്ചെന്തിനാ? സുരക്ഷിതമായി അങ്ങ് എത്തിയോന്ന് അറിയണ്ടേ, അതിനാ. ശരി, നിലയും കൊണ്ട് അതേ ബൈക്ക് തിരിച്ചു വരണേ. എന്താ അങ്ങനെ പറഞ്ഞത്? വക്കച്ചൻ ബുള്ളറ്റിന്റെ ബ്രേക്ക് തകരാറിലാക്കി വെച്ചു എന്നാണല്ലോ പറഞ്ഞത്. പിന്നെന്താ അപകടം ഉണ്ടാവാതിരുന്നത്? ഒരു ഗുഡ് ന്യൂസ് കേൾക്കാന്ന് വിചാരിച്ചിട്ട്. തിരിച്ചു വരുമ്പോ എന്തായാലും രണ്ടും കൂടെ തീരും. അപ്പ എനിക്ക് ഡബിൾ സന്തോഷാവും. ഓ എന്റെ ദേവി. പറഞ്ഞോളൂ, നമുക്കിടയിൽ ഒരു ഫോർമാലിറ്റിയുടെ ആവശ്യമില്ല. ഓഫീസിൽ നേരത്തെ എനിക്കൊരു ഇഷ്യൂ ഉണ്ടായിരുന്നത് അങ്കിളിനും അറിയാലോ. അതിപ്പോ കുറെ നാളായില്ലേ. അന്ന് ഹെഡ് ഓഫീസിൽ നിന്ന് അറിയിച്ചിരുന്നു ഞാനൊരു തുക നഷ്ടപരിഹാരമായി നൽകണമെന്ന്. 20 ലക്ഷം എന്നാ പറഞ്ഞിരുന്നത്. എങ്കിലും എമൗണ്ടിലൊരു വിട്ടുവീഴ്ച ചെയ്യും. പ്രശ്നം അതല്ല, ഇപ്പോ പണം അടയ്ക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. മുഴുവൻ തുകയോ? അത് വേണ്ട, കഴിയുന്നത്ര കൊടുക്കണം. ഹെഡ് ഓഫീസിൽ നിന്നാണോ നോട്ടീസ് വന്നത്? എന്റെ ഓഫീസിലെ ജൂലി മേഡോ പറഞ്ഞത്. മാഡത്തിന്റെ മേലെ നല്ല പ്രഷറുണ്ടെന്നാ തോന്നുന്നത്. നേരത്തെ പറഞ്ഞു വെച്ച കാര്യമായതുകൊണ്ട് പണം അടയ്ക്കേണ്ടി വരും. കണ്ടിട്ട് ആരോ മനഃപൂർവ്വം അപകടം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തു വെച്ച പോലെ തോന്നി. അയ്യോ, ഇവിടെ വെച്ച് അങ്ങനൊന്നും സംഭവിക്കത്തില്ല. പിന്നെ സംഭവിച്ചതോ? ഒരുപക്ഷെ ഞാനത് കണ്ടില്ലായിരുന്നെങ്കിലോ? ബുള്ളറ്റ് എടുത്തുകൊണ്ട് പോയി ആക്സിഡന്റ് ഉണ്ടാവില്ലായിരുന്നോ? സാർ, ബ്രേക്ക് നന്നാക്കിയതിന് ശേഷമാണ് നിഖിൽ ചോദിച്ചപ്പോ ഞാൻ ബുള്ളറ്റ് കൊടുത്തു വിട്ടത്. ഇന്ന് രാവിലെ ഒരുത്തം വന്നിരുന്നു സാർ. ആര്? ഈ ആക്രിയൊക്കെ പെരുകാൻ വരുന്നയാണ്. ഇവിടെ എല്ലാം കേറി ഇറങ്ങിയിട്ടാ പോയത്. ഞാൻ ഓടിച്ചു വിടുകയായിരുന്നു. എനിക്ക് അപകടം ഉണ്ടാക്കിയിട്ട് അയാൾക്കെന്ത് നേട്ടം? വക്കച്ചൻ ഈ പരിപാടിയിൽ എന്തോ പങ്കുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. കർത്താവാണേ, എനിക്കൊന്നും അറിയില്ല സാറേ. എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ ഞാനത് കണ്ടുപിടിക്കുകയോ വക്കച്ച. ഒരു പങ്കുമില്ല സാറേ, സത്യം. എനിക്കോ എന്റെ കുടുംബത്തിനോ ഒരു പോറിലെങ്കിലും ഏറ്റാൽ താൻ സമാധാനം പറയേണ്ടി വരും. വക്കച്ചൻ ഇവിടുത്തെ സെക്യൂരിറ്റി ഗാർഡാ, അത് മറക്കണ്ട. ഒരു വിഷമമേ ഉള്ളൂ എനിക്ക്. ഞാൻ തെറ്റ് ചെയ്തെങ്കിൽ
അതിന്റെ ശിക്ഷ ഞാൻ അനുഭവിക്കണം. അതിന് നിരപരാധിയായ എന്റെ കുഞ്ഞ് എന്ത് തെറ്റാ ചെയ്തത്? കോടതിയിൽ നിന്ന് മിക്കവാറും എനിക്ക് ജയിൽ ശിക്ഷ കിട്ടുമായിരിക്കും. ആയിക്കോട്ടെ, പക്ഷെ ജയിലിനുള്ളിൽ ജനിച്ചു വീഴാനാണോ എന്റെ കുഞ്ഞിന്റെ യോഗം? ഉദയേട്ടൻ ഡിവോഴ്സിന് പേപ്പർ കൊടുത്ത മിക്കവാറും വിവാഹമോചനത്തിന് ഉത്തരവാകും. ഞാൻ ഒറ്റപ്പെട്ടവളായി എവിടെയെങ്കിലും ഒരു കോണില് കഴിഞ്ഞോളാം. പക്ഷെ എന്റെ കുഞ്ഞിന് അച്ഛനില്ലാതാവില്ലേ? മിണ്ടാറാവുമ്പോ എന്റെ അച്ഛൻ എവിടെയെന്ന് ആ കുഞ്ഞ് ചോദിക്കുമ്പോ ആ മുഖത്ത് നോക്കി ഞാൻ എന്ത് പറയും? എവർഷൈൻ ഫ്ലാറ്റില് 6A മോന്റെ അച്ഛനുണ്ടെന്നോ? നിങ്ങൾ ആരെങ്കിലും ഇതിനൊരു ഉത്തരം താ. വിമലേ, നീ എന്തൊക്കെയാ പറയുന്നേ? ഇനി പറഞ്ഞിട്ട് എന്തിനാ ഉദയേട്ട? സത്യമാണോ? നിനക്ക് വിശേഷമുണ്ടോ? അതിന് ഞാൻ കള്ളം പറയൂ അമ്മേ. ആ സത്യം ഇന്ന് ഉദയേട്ടനെ വിളിച്ച് പറയാൻ കാത്തിരുന്നതാ ഞാൻ. അപ്പോഴാ ഇനി എനിക്കൊന്നും പറയാനില്ല. അടിച്ചിറക്കി വിടുന്നതിന് മുൻപ് ഞാൻ പോയിക്കോളാം. എവിടേക്ക്? എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. ഞാനും എന്റെ കുഞ്ഞും എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. ഇപ്പഴാ നിനക്ക് ശരിക്കും അടി തരണ്ടേ? എന്റെ കുഞ്ഞിനെ കൊണ്ട് നീ എങ്ങോട്ട് പോവുക? എന്റെ അനുവാദം ഇല്ലാതെ വിമല എവിടെ പോകുന്നു? അമ്മേ, വിമല വാ, കാര്യങ്ങളൊക്കെ അമ്മ ചോദിക്കട്ടെ. വാ പോ. പക്കച്ച സാർ, നമുക്കേ പിന്നൊന്ന് കാണണം. ഓക്കെ, ശരി സാർ. മേധ, താങ്ക് യു സോ മച്ച്. കാര്യങ്ങളെ കൈവിട്ടു പോകരുതെന്ന് കരുതിയ ഇങ്ങനൊരു ഓപ്പറേഷൻ നടത്തിയത്. പിന്നെ എല്ലാം പ്ലാൻ ചെയ്തത് അരവിന്ദ് സാറ്. ശ്രീലത ആന്റിയുടെ ഒരു കാര്യം എനിക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. കാരണം എന്റെ അമ്മയുടെ സ്ഥാനത്താണല്ലോ ആന്റി. സാറിന്റെ ചേട്ടന്റെ സ്ഥാനത്തും. വിമല ഇനി നന്നായ മതിയായിരുന്നു. അതിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അരവിന്ദ് സാറ് വിമലയായിട്ടൊന്ന് സംസാരിക്കണം. സംസാരിക്കാം. ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. എല്ലാ അംഗങ്ങൾക്കും രാജസാറിന്റെ വകയായിട്ട് പായസമുണ്ട്. എല്ലാരും കഴിച്ചിട്ടേ പോകാവൂ.
നാട്ടുകാരിൽ തോന്നി. ഇതെവിടെ നിന്ന് ഒളിപ്പിക്കും? ഞങ്ങളുടെ റൂമിൽ വേണ്ട, പെട്ടെന്ന് കണ്ടുപിടിക്കും. മീരാമ്മയുടെ മുറിയിൽ വേണ്ട സൗകര്യം ഉണ്ടോ നോക്കാം. അവിടെ ദുഷ്യന്തനും ശകുന്തളയും നഖം വെട്ടി പ്രണയത്തിലാണല്ലോ. അടുക്കള നോക്കിയാലോ? അതും സേഫ് അല്ല, പെട്ടെന്ന് കണ്ടുപിടിക്കും. മുത്തശ്ശന്റെ റൂം തന്നെയാ ബെസ്റ്റ്. ഈ രാവണൻകോട്ടയിൽ ഞാൻ കയറി നിധി ഒളിപ്പിച്ചെന്ന് ആരും പ്രതീക്ഷിക്കില്ല. ഇവിടെ നോക്കാം. ഇവിടെ ശരിയാവില്ല. അയ്യോ, മുത്തശ്ശൻ കുപ്പി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഇവിടെയാ. ഐഡിയ. ഓ, എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് വന്നേ. വാ നോക്കാം. വാ വേഗം വാ മുത്തശ്ശൻ വാ. നമ്മുടെ ഫ്ലാറ്റിലെ പൊതുവായ ഓണാഘോഷം കഴിഞ്ഞെങ്കിലും നമ്മുടെ വീട്ടിൽ നമ്മുടേത് മാത്രമായിട്ടുള്ള ചെറിയൊരു ഓണാഘോഷം. ഞാനൊരു മത്സരം ആസൂത്രണം ചെയ്തു. നിധി കണ്ടെത്തൽ. നിധി കണ്ടുപിടുത്തോ? ഇതൊരുമാതിരി സ്കൂൾ പിള്ളേരുടെ പരിപാടി. നീ ഒന്ന് പോയി. ഇവിടെ ഇതാ മത്സരം. ഓ മുത്തശ്ശ, ഞാൻ ഈ വീടിനുള്ളിൽ ഒരു നിധി ഒളിപ്പിച്ചിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും കണ്ടുപിടിക്കാം. റൂമിലാണോ അതോ പുറത്താണോ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? അയ്യടാ, ക്ലൂ ഒന്നുമില്ല, പോയി നോക്ക്. റെഡി റെഡി, മത്സരം ഇവിടെ ആരംഭിക്കുകയാണ്. റെഡി, 1 2 3 ഗോ. പോ. ഇത് എവിടെയായിരിക്കും? എന്നോട് പറ എവിടെയാ വെച്ചിരിക്കുന്നതെന്ന്. അയ്യടാ, പോയി കണ്ടുപിടിക്കും. പോടാ. നിങ്ങളെ ഇപ്പൊ ഇത് എവിടെയാ വെച്ചിരിക്കുന്നത്?